നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാഗീസ് എഡ്യൂക്കേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ എടുക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഹിന്ദു ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വാർത്തകളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC, കേരള PSC, അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ എഴുതുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രധാനപ്പെട്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ മലയാളികൾ എല്ലാവരും രാവിലെ എണീച്ച് പത്രം വായിക്കുന്ന ഒരു ശീലമുള്ളവരാണ്. അതൊരു ഹാബിറ്റ് പോലെ കൊണ്ടു നടക്കുന്നവരാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ പക്ഷേ എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അവർക്ക് വേണ്ട വാർത്തകൾ അവർ വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട വാർത്തകളുണ്ട്. അത് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പത്രം ഏപ്രിൽ 19, 2020 ഹിന്ദു പത്രമാണ്. ഞായറാഴ്ചയിലെ ഹിന്ദു പത്രമാണ്. സോ പുതിയ എക്സാം എഴുതുന്ന PSC, കേരള അഡ്മിനിസ്ട്രേറ്റീവ്, സിവിൽ സർവീസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എത്രത്തോളമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ഇന്ന് നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് മാത്രമല്ല ഇത് തരുന്നത്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകം ഒരു കേരള PSC പോലുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ഒക്കെ കറണ്ട് അഫയേഴ്സിന് ഒരു ഇത്ര ശതമാനം മാർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, SI, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസൊക്കെ നോക്കുകയാണെങ്കിൽ 10 മാർക്ക് കറണ്ട് അഫയേഴ്സിനായിരിക്കും. പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് കൊണ്ട് നമുക്ക് ഈ 10 മാർക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് മാർക്ക് വാങ്ങിക്കാൻ കഴിയും. കാരണം കറണ്ട് അഫയേഴ്സ് ചരിത്രം കൂടി പറയുന്നുണ്ട്. നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിൻറ്റുകളും കൂടി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട ചരിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. സോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ പോരായ്മകളൊക്കെ ഒരുപാട് കാണും. അത് ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്ക് തുടങ്ങാം. സോ ഇന്നത്തെ ആദ്യത്തെ വാർത്ത, ഗവൺമെൻറ് നോട്ട് മാൻഡേറ്ററി ഫോർ FDI ഫ്രം നെയ്ബറിങ് കൺട്രീസ്. നിലവിൽ ഇന്ത്യ ഹാസ് ടു ടേക്ക് സം റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ കുറച്ച് റെഗുലേഷൻസ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളൊരു വാർത്തയാണ് പുതുതായിട്ട് നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ കൊറോണ കാലത്ത് ഓരോ രാജ്യങ്ങളും സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കണം. അപ്പം ഇത് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊന്ന് വായിക്കാം. ചെറിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളൊന്ന് വായിക്കാം. ചൈനീസ് എക്കണോമിക് ഫുട് പ്രിൻറ്റ് ഇൻ ഇന്ത്യ. ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻക്രീസ്ഡ് ഫ്രം $1.6 billion in 2040 to $8 billion in 2070, according to a Brookings India report. The investments span a range of sectors with a significant share in the startup space. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് 2014-2017 കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്നതായിട്ട് കാണാം. 2014 $1.6 മാത്രമേ ഉള്ളായിരുന്നു ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിൽ 2017 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയുടെ $8 ബില്യൺ വർദ്ധിച്ചതായിട്ട് കാണാം. സോ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ അതിൽ തന്നെയുണ്ട് ആൻസർ. പുറത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പുറത്തു നിന്നുള്ളൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരാളോ ഒരു ഇൻഡിവിജ്വലോ ഇന്ത്യയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരെ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു.
അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ ഷെയർ, ഓരോ കമ്പനികളുടെയും ഷെയർ അവർ പർച്ചേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത് ബൈജൂസ് ആപ്പ്. ബൈജൂസ് ആപ്പ് എന്താണ്? ബൈജൂസ് ആപ്പിൻ്റെ എത്രയോ ശതമാനം ഷെയർ ഫേസ്ബുക്ക് വാങ്ങിച്ചു. അതെന്താണ്? ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്താണ്? ബൈജൂസ് ആപ്പിൻ്റെ ഇന്ത്യൻ കമ്പനിയാണ് ബൈജൂസ് ആപ്പ് എന്ന് പറയുന്നത്. ആ ബൈജൂസ് ആപ്പിൻ്റെ ഷെയർ ഒരു എന്താണ് ഫേസ്ബുക്ക് പോലൊരു വലിയ കമ്പനി എന്താണ് ഇത്ര ശതമാനം ഷെയർ അതിൻ്റെ പർച്ചേസ് ചെയ്യുന്നു. എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇന്ത്യൻ കമ്പനിക്ക് ഒരു ഫോറിൻ കമ്പനിയിൽ നിന്ന് ലഭിച്ച ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനെന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. സോ അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കണക്കാക്കാം. അപ്പോൾ ഇവിടെ നിലവിൽ എന്താണ് പ്രശ്നം? ചൈന ഇന്ത്യയിലെ പല കമ്പനിയിലേക്കും, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ചൈനീസ് കമ്പനീസ്, ചൈനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചൈന ഒരു പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഓരോ പ്രൈവറ്റ് കമ്പനിയിലും ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് അവിടുത്തെ ഗവൺമെൻറ്റിനാണ്. അവിടുത്തെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് വാട്ട് ടു സപ്ലൈ, വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടു സപ്ലൈ, വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതെല്ലാം നിർണ്ണയിക്കുന്നവരാണ്. ഇറ്റ് വിൽ ഓൾ ദീസ് തിങ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദി ചൈനീസ് ഗവൺമെൻറ്. ആൻഡ് ഇൻ ചൈന നമ്മളെ ഒരു എക്കോണമി നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു മിക്സഡ് എക്കോണമിയാണ്. എന്താണ്? അവിടെ ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട് അല്ലേ? ഒരു പ്രൈവറ്റ് കമ്പനിയുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ല ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു കമ്പനിയുടെ തീരുമാനം എന്താണ്? ഒറ്റയ്ക്കല്ല എടുക്കുന്നത്. ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിൽ പോലും, ഗവൺമെൻറ് മെജോറിറ്റി ഉണ്ടെങ്കിൽ പോലും തീരുമാനം ഒരുമിച്ചാണ് എടുക്കുന്നത്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അതിൽ പ്രൈവറ്റ് മെമ്പേഴ്സ്, അവർ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കാണും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ കാണും. ഇവരെല്ലാം ചേർന്ന് ആ കമ്പനിക്ക് പ്രയോജനമുള്ള അല്ലെങ്കിൽ ആ ബെനിഫിറ്റുള്ള ഒരു നടപടിയായിരിക്കും സ്വീകരിക്കുന്നത്. കാരണം എന്താണ്? ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പക്ഷേ ചൈനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരിക്കലും ചൈന ഒരു ഫുള്ളി ഡെമോക്രാറ്റിക് എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം എന്താണ്? അവിടെ ഗവൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ആധിപത്യം. ഇന്ത്യയിലും ഗവൺമെൻറ് തന്നെയാണ് ആധിപത്യം എങ്കിലും ഒരു മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്താണ്? ഗവൺമെൻറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി. ഒരു കമ്പനി തുടങ്ങിയാൽ ആ കമ്പനി എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര വിലയ്ക്ക് വിൽക്കണം, ഇതൊക്കെ എവിടെയൊക്കെ കൊടുക്കണം, ഏതൊക്കെ എക്സ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ ഇമ്പോർട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അവിടുത്തെ ഗവൺമെൻറ്റാണ്. അതൊന്നും ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഒരാളുടെയും കൈ മുതലല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിലേക്ക് എന്താണ് ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. കാരണം എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ചൈന എന്താണ് ഇപ്പോൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന പല നമ്മുടെ നെയ്ബർ കൺട്രിയിലും, നെയ്ബർ കൺട്രീസ് ലൈക്ക് ശ്രീലങ്ക, മാലദ്വീപ് ആൻഡ് ഓൾസോ മെനി എന്താണ് ഭൂട്ടാൻ, നേപ്പാൾ and so many neighboring countries, they are trying to make their own power, to create their own power or control. They are trying to control these neighboring countries through investment. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചിലപ്പോൾ ശ്രീലങ്കയ്ക്കൊക്കെ അവിടുത്തെ പോർട്ട് നിർമ്മിക്കാനായിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അവിടെ പോർട്ട് നിർമ്മിക്കാനെങ്ങാണ്ട്, അതുപോലെ തന്നെ ചൈന, ആഫ്രിക്ക രാജ്യങ്ങളിലൊക്കെ ഒരു ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തുന്നുണ്ട്. അതൊക്കെ അവരെ ഒരു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരെ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെല്ലാം വേറൊരു ദിശയിലൂടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഈ ചൈന ഈ നെയ്ബറിങ് കൺട്രീസിനെയും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയെല്ലാം അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ എന്നൊരു ധാരണ ഇന്ത്യക്കുണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല, USA പോലുള്ള വലിയ വലിയ ഡെവലപ്ഡ് നേഷൻസിനും ഇങ്ങനെയുള്ളൊരു ധാരണ ഉണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും USA ചൈനയ്ക്കെതിരെ നിൽക്കുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർ ടെക്നോളജിക്കലി വലിയൊരു ഡെവലപ്ഡ് നേഷനാണ്. ടെക്നോളജിക്കൽ പരമായിട്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
USA ആണെങ്കിൽ പോലും ടെക്നോളജിയുടെ കാര്യത്തിൽ എന്താണ് ചൈനയുടെ അടുത്ത് പോലും എത്താൻ കഴിയുകയില്ല. അങ്ങനൊരു വാസ്തവമായ സത്യം നിലനിൽക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് നെയ്ബറിങ് കൺട്രീസിലൊക്കെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിനെയും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ അമേരിക്ക എപ്പോഴൊക്കെ അവരുടെ US ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ, US ട്രഷറി ബില്ലെന്ന് പറയുന്ന ഒരു ബില്ലുണ്ട്, അത് അവരുടെ എന്താണ് ഷെയറാണ്. ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് എന്താണ് ഇഷ്യൂ ചെയ്യുന്ന, അവർക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ US ഇഷ്യൂ ചെയ്യുന്ന ഒരു എന്താണ് ഒരു ബോണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് എന്താണ് അത് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എന്താണ് അമേരിക്ക എന്താണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ആ പൈസ വെച്ചിട്ട് അത് നടപ്പിലാക്കും. അത് എന്താണ് അതിന് ഏറ്റവും കുറവാണ്. എന്താണ് അതിന് പലിശ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. എന്ന് വെച്ചാൽ 2% പലിശ US ട്രഷറി ബോണ്ട്സിനുള്ളൂ. കാരണം എന്താണ് ഡോളറിൻ്റെ വാല്യൂ ഇപ്പം ഡോളറിന് നല്ല വാല്യൂ ആണ് അല്ലേ? അപ്പോൾ എന്താണ് അതുമല്ല അമേരിക്ക പോലൊരു ഡെവലപ്ഡ് നേഷനാണ്. അപ്പോൾ എന്താണ് അവരെ ബോണ്ടിനും എന്താണ് നല്ല അവർ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ വാല്യൂ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും സെക്യൂർഡാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരെ റിട്ടേൺ ബാക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ 99% തിരിച്ച് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അതാണ് ആ US ട്രഷറി ബില്ലിൻ്റെ ഒരു എന്താണ് ബലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വാല്യൂ എന്ന് വെച്ചാൽ അതിന് ഇത്രയും ഇൻട്രസ്റ്റ് കുറവ്. 2% ഇൻട്രസ്റ്റ് എങ്ങാണ്ടേ ഉള്ളൂ US ട്രഷറി ബോണ്ട്സിന്. അപ്പോൾ ഇതെന്താണ് ഈ ചൈനീസ് ഗവൺമെൻറ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാൻ ഉറപ്പായിട്ടും ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിസ്തരിച്ച് പറയുന്നതായിരിക്കും. സോ അതിനുശേഷം ഈ US ട്രഷറി ബോണ്ട്സിൽ എന്താണ് ഈ ചൈനീസ് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴെല്ലാം അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്ക ഷെയർ മാർക്കറ്റിൽ ഈ പറയുന്ന US ട്രഷറി ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുമ്പോഴെല്ലാം എന്താണ് ചൈനീസ് ഗവൺമെൻറ് ഈ അമേരിക്കൻ ട്രഷറി ബില്ല് അല്ലെങ്കിൽ ബോണ്ടിൽ എന്താണ് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പല എക്കണോമിസ്റ്റും പറയുന്നതെന്ന് വെച്ചാൽ ചൈനീസ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്പോർട്ടിംഗ് ഹബ്ബാണ്. അവർ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴെന്താണ് അവർക്ക് ഈ മാനുഫാക്ചറിങ് ഈ എക്സ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ ട്രേഡ് ബാലൻസ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് അവർ ഈ US ട്രഷറി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കാം ഇതും അതും തമ്മിലുള്ള എന്താണ് ബന്ധമെന്ന്. കാരണം ഇപ്പം ചൈനയിലെ പ്രത്യേകത അറിയാമല്ലോ, അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ്. അവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ സാധനം വേണമെങ്കിൽ, എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങൾക്ക് ചൈനീസ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് വില കുറവാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അവിടുത്തെ മറ്റു രാജ്യങ്ങളിലെ കമ്പനി ചൈനീസ് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അവിടെ അത് വിൽക്കും, എന്ന് വെച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ജനങ്ങൾ കുറഞ്ഞ വില കിട്ടുന്നിടത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഡിമാൻഡ് കൂടും. സോ ഈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എപ്പോഴെല്ലാം ചൈനീസ് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസും കൂടാനുള്ള സാധ്യതകളുണ്ട്. ഈ പ്രൈസ് കൂടുന്നതല്ല, ഈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇപ്പം ചൈനീസ് എക്സ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചൈനീസിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ളവർക്കെല്ലാം ചൈനയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ആവുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചൈനീസ് മണി മറ്റുള്ള രാജ്യക്കാർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ചൈനീസ് കറൻസി മാത്രമേ അവർ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള രാജ്യക്കാർക്ക് ചൈനീസ് കറൻസി ആവശ്യം വരും. അപ്പോൾ ചൈനീസ് കറൻസിയുടെ വാല്യൂ കൂടാനുള്ള സാധ്യത കൂടും. എന്ന് വെച്ചാൽ ചൈനീസ് കറൻസി ആവശ്യകത കൂടുമ്പോൾ ചൈനീസ് കറൻസിയുടെ വാല്യൂ കൂടും. അങ്ങനെ വാല്യൂ കൂടുകയാണെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കുറയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ചൈനീസ് കറൻസിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ചൈനീസ് പ്രൊഡക്റ്റുകളുടെ പ്രൈസും കൂടും. ഈ പ്രൈസ് കൂടുകയാണെങ്കിൽ മറ്റു ഈ പറയുന്ന ചൈനയുടെ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് അവർ വാങ്ങിക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചൈന എന്താണ് ചെയ്യുന്നത്? ഈ ഡോളറിൻ്റെ വാല്യൂ കൂട്ടും.
ഡോളറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ചൈനീസ് വാല്യൂ കുറയും. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ കൂടുമ്പോൾ ചൈനീസ് വാല്യൂ കുറയും, ചൈനീസ് വാല്യൂ കുറയും. അപ്പോഴെന്താണ് ചൈനയുടെ അപ്പോൾ ഒരു ട്രേഡ് ബാലൻസ് ഉണ്ടാകും. ചൈനയുടെ വീണ്ടും പ്രൊഡക്റ്റുകൾ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങും. കാരണം എന്താണ്, ചൈനയുടെ വാല്യൂ, കറൻസി വാല്യൂ കുറഞ്ഞു. കറൻസി വാല്യൂ കുറയുമ്പോൾ മറ്റുള്ളവർക്ക് നേട്ടമാണ്, മറ്റു രാജ്യക്കാർക്ക് നേട്ടമാണ്. എന്താണ്, അവർക്ക് ചീപ്പായിട്ടുള്ള റേറ്റിൽ സാധനം കിട്ടും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പറയുന്ന ചൈന പല സമയത്തും അല്ലാതെ തന്നെ ഈ പറയുന്ന ചൈന എന്താണ്, ഇങ്ങനെ ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ പല സമയത്തും എന്താണ്, ചൈന സ്വയം ഒഫീഷ്യലി തന്നെ അവരുടെ വാല്യൂ കുറയ്ക്കാറുണ്ട്. എന്താണ്, ഈ ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കും തോറും, മാനുഫാക്ചർ കൂടുന്തോറും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൂടുന്തോറും എന്താണ്, മറ്റു രാജ്യക്കാർക്ക് എന്താണ്, ഇവരുടെ പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോഴെന്താണ്, ഇവർക്ക് ചൈനയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ ചൈനീസ് മണി കൊടുക്കേണ്ടി വരും. അപ്പോൾ ചൈനീസ് മണിയുടെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ വാല്യൂ കൂടുമ്പോൾ അതിനനുസരിച്ച് എന്താണ്, ഈ പ്രൊഡക്റ്റ് ചൈനീസ് കറൻസിയുടെ വാല്യൂവും കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവേ കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്താണ്, ഇവർ ഈ പറയുന്ന കറൻസി ഒഫീഷ്യലി ഡീവാലുവേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ അവരെ വാല്യൂ കുറയ്ക്കും, ഡിപ്രീസിയേഷൻ ചെയ്യും. എന്ന് വെച്ചാൽ അവരെ വാല്യൂ എന്താണ്, അവർ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ 16 രൂപ അല്ലെങ്കിൽ 18 രൂപ അല്ലെങ്കിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് ചൈനീസ് കറൻസി 20 രൂപയാണെങ്കിൽ അവരെന്താണ്, വീണ്ടും 16 ഒഫീഷ്യലി കുറയ്ക്കും, വാല്യൂ കുറയ്ക്കും. സോറി, ക്ഷമിക്കണം, അത് മാറിപ്പോയി. ഇപ്പം 20 രൂപ കറൻസി ഇപ്പം ഡിമാൻഡ് കൂടി, അപ്പോൾ അവരെ പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് കൂടി, അവർ സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കറൻസിയുടെ പ്രൈസും കറൻസിയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ എന്താണ്, 16 ഇപ്പം വാല്യൂ കൂടുകയാണെങ്കിൽ 20 രൂപയായിരുന്നു നേരത്തെയെങ്കിൽ 16 രൂപ ആവുകയാണ്. അപ്പോൾ 16 രൂപ വാല്യൂ ഉള്ള കറൻസി വീണ്ടും ഒഫീഷ്യലായിട്ട് ചൈനീസ് ഗവൺമെൻറ് എന്ത് ചെയ്യും, 20 രൂപയിലോട്ട് മാറ്റും. കാരണം എന്താണ്, അവരെ വാല്യൂ കൂടി നിന്നാൽ മറ്റുള്ള ആൾക്കാരെന്താണ്, അവർ സാധനം വാങ്ങിക്കുകയില്ല. കാരണം എന്താണ്, അവർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ചൈനീസ് കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും, ചൈനീസ് കറൻസിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ. പക്ഷേ എന്താണ്, വാല്യൂ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, ചീപ്പ് റേറ്റ് ആയിരിക്കും, അവർക്ക് അത് ലാഭം ഉണ്ടാക്കും. സോ എപ്പോഴും ചൈന ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്, അമേരിക്ക ഇപ്പോൾ നിലവിൽ USA എന്താണ്, ഇതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. USA ഹാസ് filed a case against Chinese government for to create these kind of things or doing these kind of things. അപ്പോൾ എന്താണ്, ഈ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് USA നിലവിൽ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു, ഒരുപാട് ന്യൂസ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നിലവിൽ അതിൻ്റെ ന്യൂസാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. In a move that will restrict Chinese investment, the center has made prior government approval mandatory for foreign direct investment from countries which share a land border with India. Previously, only investment from Pakistan and Bangladesh faced such restriction. ഇപ്പോൾ നേരത്തെ എന്താണ്, ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ എന്താണ്, ഒരു പ്രൈം കൺസെൻറ്റ് എന്താണ്, സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നെയ്ബറിങ് കൺട്രീസ്, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതെന്താണ്, സെൻറ്ററിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ സെൻറ്ററിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇതിന് മുമ്പ് ഏത് രാജ്യങ്ങളായിരുന്നു ഉള്ളത്? ഇതിന് മുമ്പ് ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇപ്പം ബോർഡർ പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും രാജ്യത്തിലെ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ സെൻട്രലിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് പുതിയൊരു നിയമം വന്നിരിക്കുന്നത്. The revised FDI policy is aimed at curbing opportunistic takeovers acquisitions of Indian companies due to the current COVID-19 pandemic, said the press release from the Department for Promotion of Industry and Internal Trade on Saturday. സത്യത്തിൽ എന്താണ്, ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ത്യൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു മാറ്റം നടത്തിയത്. കാരണം വെച്ചാൽ ചൈന, ഞാൻ പറഞ്ഞല്ലോ, ചൈനയുടെ അവിടെ നിയന്ത്രിക്കുന്ന ആരാണ്, അവിടെ ഗവൺമെൻറ്റാണ് കൂടുതൽ
നിയന്ത്രണം അല്ലെങ്കിൽ കൂടുതൽ ആധിപത്യം. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എന്താണ് പെട്ടെന്നൊരു നിമിഷം അവർക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്താണ് വിഡ്രോ ചെയ്യാം. അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 10,000 കോടി ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പല കമ്പനികളിൽ നിന്നും ഒരു 5 കമ്പനിയിൽ നിന്നും 10,000 കോടി ഇന്ത്യയിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ് പെട്ടെന്ന് ചൈനീസ് കമ്പനി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ കമ്പനി പൂട്ടിപ്പോകാൻ അത് മതി. ഇന്ത്യയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഇത്രയും കമ്പനികൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇത് ഷെയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഷെയർ മാർക്കറ്റ് മൊത്തത്തിൽ കൊളാപ്സ് ആവാൻ എന്താണ്, ഇങ്ങനെ ഒരു ചെറിയ വീഴ്ച പറ്റിയാൽ മതി. സോ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഇന്ത്യ ഇപ്പോൾ ഈ ഫോറിൻ പോളിസിയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നതാണ്ടേ, ഇന്ത്യ ഷെയർസ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് ആരൊക്കെയാണ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇവയൊക്കെയാണ് നമുക്കെന്താണ് ഇന്ത്യ ബോർഡർ നമ്മൾ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇത് ചിലപ്പോൾ PSCയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് എന്ന് ചോദിക്കാൻ, ചിലപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഴ്സിൽ ചോദിക്കാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സോ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ഏതെങ്കിലും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഗവൺമെൻറ് എന്താണ് അപ്രൂവൽ വാങ്ങിയിരിക്കണം. എന്താണ്, വുഡ് ഓൾസോ നീഡ് ഗവൺമെൻറ് അപ്രൂവൽ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ആപ്പ് ഫോർ ട്രേഡിംഗ് ഫാം പ്രൊഡ്യൂസ് ഓൺലൈൻ, CTCRI ഇനിഷ്യേറ്റീവ് ഫോർ ഫാമേഴ്സ് ഹിറ്റ് ബൈ ലോക്ക്ഡൗൺ. എന്താണ്, കർഷകരെ സഹായിക്കാനായിട്ട്, ഈ ഫാർമേഴ്സിനെ, പീസൻസിനെ സഹായിക്കാനായിട്ട് എന്താണ് ഒരു പുതിയ ആപ്പുമായിട്ടാണ് ഗവൺമെൻറ് വന്നിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. ഹോംസ് എന്ന് പറയുന്നൊരു ആപ്പാണ്. ഇതെന്താണ്, ദിസ് വിൽ ഹെൽപ്പ് ടു ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബയേഴ്സ് ഫോർ ടു കണക്ട് ഈച്ച് അതർ. എന്താണ്, പ്രൊഡ്യൂസേഴ്സിനെയും ബയേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആപ്പാണ് ഇത്. എന്നുവെച്ചാൽ കർഷകർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പം എന്താണ് കർഷകർക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണ്, ലോക്ക്ഡൗൺ കാലമാണ്. അതുകൊണ്ട് എന്താണ് അവരുടെ സാധനങ്ങൾ എന്താണ് അവർക്ക് ഇതിപ്പം വിളവെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ അവരെ സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത കൃഷി സാധനങ്ങൾ എന്താണ് അവർക്കത് വിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് വിൽക്കുന്നതിന് വേണ്ടി എന്താണ് അത് വിൽക്കുന്നതിന് വേണ്ടിയുള്ളൊരു സഹായവും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇങ്ങനെയുള്ള ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ, അതുകൊണ്ട് എന്താണ് നല്ല പച്ചക്കറികളും നല്ല ഭക്ഷ്യസാധനങ്ങളും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മീൻ അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യസാധനങ്ങളൊക്കെ എന്താണ് ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ ഐസിലൊക്കെ ഇട്ട് വരുന്ന ചില മീനുകളൊക്കെ എന്താണ് പിടിക്കുന്നുണ്ട്, കേരളത്തിലുടനീളം പിടിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് എല്ലാം നമുക്ക് പിടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയില്ല. ചിലതൊക്കെ എന്താണ് പല കണ്ണും വെട്ടിച്ച് പല രീതിയിലൊക്കെ കറങ്ങി വരും. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ ഈ മരുന്നടിച്ച മീനൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്, പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇപ്പം ദൗർലഭ്യമാണ്. അപ്പോഴെന്താണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്ത കർഷകരെയും ബയേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇപ്പം ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ഹോംസ് എന്നാണ് എൻ്റെ പേര്. ദ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം. അപ്പോൾ ഇതെന്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം. ഹിയർ വാസ് ഡെവലപ്ഡ് ആൻ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ടു ഹെൽപ്പ് ഫാമേഴ്സ് ആൻഡ് ബയേഴ്സ് ഡ്യൂറിംഗ് ദി COVID-19 ലോക്ക്ഡൗൺ. ഹോംസ് ക്രോപ്സ് എന്താണ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇതാണ് സംഭവം. സോ അതിനകത്ത് വേറെ വലുതായിട്ടൊന്നുമില്ല, വേറെ പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു ആപ്പാണ്. എന്താണ് ഈ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്പാണിത്, ഹോംസ്. ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ സാധ്യത ചിലപ്പോൾ PSCയിൽ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള കർഷകരെയും ബയേഴ്സിനെയും കണക്ട് ചെയ്ത് എന്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന
ആപ്പ് ഏതായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം. അതേതാണ്? ഹോംസ് ആപ്പാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ദ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് എവിടെയാണ്? അത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം. സോ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്കത് മൊബൈലിലൂടെ തന്നെ വായിക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ കുഡ് ബി ഡൺ യൂസിങ് ദ മൊബൈൽ നമ്പർ ഫ്രീ ഓഫ് ചാർജ്. എന്താണ്? ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷനും ഫ്രീ ആണ്. എന്താണ്? മൊബൈൽ നമ്പർ മാത്രം മതി എന്താണ് രജിസ്റ്റർ ചെയ്യാൻ. സോ സേസ് ഇസ് ഡെവലപ്പർ VS സന്തോഷ് മിത്ര, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, CTCRI. ദ സെല്ലർ ക്യാൻ മെൻഷൻ ദി ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ സെയിൽ. എന്താണ് ഈ സെല്ലറിന് എന്താണ് എത്രത്തോളം ക്വാണ്ടിറ്റി, തൻ്റെ വിൽക്കാനുള്ള പ്രൊഡക്റ്റിന് എത്രത്തോളം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര കിലോ ഉണ്ടെന്ന് അതിനകത്ത് കാണിക്കാം. ഐറ്റംസ് ടു ബി സോൾഡ് ആൻഡ് ലൊക്കേഷൻ ഹോംസ്. എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 തേങ്ങ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ അതിനകത്ത് എൻ്റെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. ഫ്രീ ആണ് രജിസ്ട്രേഷൻ. എന്നിട്ട് എനിക്ക് എന്താണ് വിൽക്കാനുള്ളത്? 10 തേങ്ങയാണ്. 10 തേങ്ങ കാണിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, എൻ്റെ ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിലാണ്, ഇവിടെ വന്നാൽ ഞാനിവിടെ ഉണ്ട്, കൃത്യമായിട്ട് അവർക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ദ ബയർ ക്യാൻ അപ്ലോഡ് ദ ഡീറ്റെയിൽസ് ഇൻ ദി സിമിലർ മാനർ. ഓൾ സച്ച് പോസ്റ്റഡ് മെസ്സേജ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി മാർക്കറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് എവരിബഡി ക്യാൻ സീ ഇറ്റ്. ഡോക്ടർ മിത്ത സെഡ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബയറിനും എനിക്ക് ഇത്ര രൂപയ്ക്ക് എനിക്ക് 100 രൂപയ്ക്ക് പച്ചക്കറി വേണം, അല്ലെങ്കിൽ എനിക്കൊരു 200 രൂപയ്ക്ക് പച്ചക്കറി വേണം, എൻ്റെ സ്ഥലം ഇതാണ്, എൻ്റെ സ്ഥലം ഇവിടാണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഹോട്ടലുകളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഹോട്ടലുകളിലൊക്കെ പോയി എന്താണ് ഇപ്പം ഞങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്താണ് തണ്ണിമത്തനും മാങ്ങയും കിലോ 50 എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് പ്രയോജനമാണ്. കാരണം അവർക്ക് ഈ ആപ്പ് നോക്കിയിട്ട് ഇവർ ഈ റൂട്ടിലാണ് വരുന്നതെങ്കിൽ ഈ റൂട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് ഇത് അവർ കയ്യിലുള്ള സാധനവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യക്കാരുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ആ സ്ഥലത്ത് എളുപ്പത്തിൽ കൊണ്ടു കൊടുത്തിട്ട് അവർക്ക് പൈസ വാങ്ങിക്കാം. അപ്പോൾ എന്താണ് ഈ വാങ്ങിക്കുന്നവർക്കും ഇത് ആവശ്യക്കാർക്കും പ്രയോജനപ്പെടും, അതുപോലെ തന്നെ വിൽക്കുന്ന ആൾക്കും പ്രയോജനപ്പെടും. The ICAR CTCRI would have to know liability in price fixation or delivery of the items or transaction related issue is said. Homes is available at അവർ ഒരു ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട വേറെ ഒന്നുമില്ല ഇതിനകത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ ഹ്യൂജ് ക്രാക്ക് ഡെവലപ്സ് ഓൺ അമ്പുകുത്തി ഹിൽസ് ഇൻ കേരള. അമ്പുകുത്തി ഹിൽസ് ഇൻ കേരള ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം വെച്ചാൽ ഇത് എവിടെയാണ് അമ്പുകുത്തി ഹിൽസ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ കേരള PSC ചോദിച്ചിരിക്കാം. സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകളിൽ, കേരള പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷകളിൽ, LD ക്ലർക്ക് പോലുള്ള പരീക്ഷകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് എവിടെയാണ് അമ്പുകുത്തി ഹിൽസ്, എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് ചോദിക്കാം. കാരണം എന്താണ്? അവിടെ ഒരു ഹ്യൂജ് ക്രാക്ക്, അവിടെ ഒരു ഭയങ്കര വലിയൊരു വിള്ളൽ വന്നിട്ടുണ്ട്. എ ഹ്യൂജ് ക്രാക്ക് ഹാസ് ഡെവലപ്ഡ് ഓൺ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് അമ്പുകുത്തി ഹിൽസ് on which the Hidakal caves are situated. The crack was exposed after the fire devastated the area a few days ago. Sultan Batteri Tahsildar S. Sunil Kumar and District Soil Conservation Officer PU Das visited the site on Saturday. എന്താണിത്? എടക്കൽ കേവ്സിന് അടുത്താണ് ഈ പറയുന്ന അമ്പുകുത്തി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ കേവ്സിന് അടുത്താണ് അമ്പുകുത്തി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റയിലാണ് ഇത് വാർത്ത കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഈ അമ്പുകുത്തി ഹിൽസിൽ എന്താണ്, ഈ ഹിൽസിൽ ഒരു കുന്നിൽ, ഈ അമ്പുകുത്തി കുന്നിൽ എന്താണ് ഒരു വലിയൊരു വിള്ളൽ കാണപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് നമുക്ക് എന്താണ് മിസ്റ്റർ കുമാർ സെഡ് ദ ക്രാക്ക് ഹാഡ് ഫോംഡ് എ ലോങ് 60 meter stretch on hill slope. The exact cause could be ascertained only after a study by expert, he added. എന്താണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് ഏകദേശം ഒരു 60 മീറ്റർ സ്ട്രെച്ചിലാണ് ഈ പറയുന്ന വലിയൊരു വിള്ളൽ വീണിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ കുന്നിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു വിള്ളൽ നടന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കെന്താണ് ഇത് ഒരു വലിയ പഠനങ്ങളിലൂടെ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. And Mr. Das said the crack could have developed during the heavy rain witnessed last year.
ഇതാണ് ദ ക്രാക്ക് വുഡ് നോട്ട് ലീഡ് ടു എ ലാൻഡ് സ്ലിപ്പ് ഡ്യൂറിങ് മോഡറേറ്റ് റെയിൻ ബട്ട് ദ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലിപ്സ് ഇൻ ദി ഏരിയ ഡ്യൂറിങ് ഹെവി റെയിൻ കുഡ് നോട്ട് ബി റൂൾഡ് ഔട്ട് ഈ ആർഡർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ ഈ പറയുന്ന മഴയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എല്ലാ സാധ്യതകളാണ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ പറയുന്ന അമ്പുകുത്തി ഹിൽസ് എവിടെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് സുൽത്താൻ ബത്തേരി ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ എടക്കൽ കേവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. എടക്കൽ കേവ്. അപ്പം അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സോ അടുത്തത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എനിക്ക് തോന്നിയത് 12 മ്യാൻമാർ ട്രേഡേഴ്സ് അറസ്റ്റഡ് ഇൻ മിസോറാം. ദേ വർ ജയിൽഡ് ആഫ്റ്റർ ക്വാറന്റൈൻ. ഇതാണ് 12 മ്യാൻമാർ ട്രേഡേഴ്സിനെ മിസോറാമിൽ നിന്ന് പിടിച്ചു എന്നാണ് പറയുന്നത്. The security forces in Mizoram have arrested 12 Myanmar traders for illegally entering the state since the lockdown began on March 25. എന്താണ് 12 മ്യാൻമാർ ട്രേഡേഴ്സ് ഇന്ത്യൻ അതിർത്തിയിൽ മ്യാൻമാറിൽ നിന്ന് മിസോറാമിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇല്ലീഗലി അവർ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മിസോറാമിലേക്ക് കടന്നു കയറിയെന്നാണ് പറയുന്നത്. Officials said that the traders arrested under the Foreigners Act of 1946. ഇതാണ് ഫോറിനേഴ്സ് ആക്ട് 1946. ഫോറിനേഴ്സ് ആക്ട് പാസ് ചെയ്തതെന്നാണ് 1946. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോറിനേഴ്സ് ആക്ട് 1946 അത് 1946 ഇത് പാസ് ചെയ്തത്. വേർ ദ ഡിസ്ട്രിക്ട് ജയിൽ ഇൻ ചമ്പൈ നിയർ ദ ബോർഡർ വിത്ത് മ്യാൻമാർ. They were put in jail after completing 40 days stay. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ദ അരക്കൻ ആർമി ഹാസ് ബീൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദി മ്യാൻമാർ ഗവൺമെൻറ് സിൻസ് ഇറ്റ്സ് ഫോർമേഷൻ ഏപ്രിൽ 2009. എന്താണ് അറഗൻ ആർമി എന്ന് പറയുന്നത് അതൊരു മ്യാൻമാർ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആർമി ആയിരിക്കാം. എന്ന് വെച്ചാൽ മ്യാൻമാർ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു മ്യാൻമാറിലുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. ഇപ്പം നമ്മളെ ബോഡോസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു ടീമാണ്. 2009 ഏപ്രിൽ മുതൽ മ്യാൻമാർ ഗവൺമെൻറ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണ്. സോ അത് ആണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അറഗൻ ആർമി ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ചോദിക്കാം. ദ അറഗൻ ആർമി ബിലോങ്സ് ടു വിച്ച് കൺട്രി എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് ഈ മ്യാൻമാറാണ്. ഗവൺമെൻറ് നോട്ട് മാൻഡേറ്ററി ഫോർ FDI ഫ്രം നെയ്ബേഴ്സ്. ഇതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കും. ഗവൺമെൻറ് നോട്ട് മാൻഡേറ്ററി ഫോർ FDI ഫ്രം നെയ്ബേഴ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം. നേരത്തെ നമ്മൾ പഠിച്ചു പാകിസ്ഥാനും ബംഗ്ലാദേശിനും മാത്രം മതിയായിരുന്നു ഇങ്ങനൊരു ബംഗ്ലാദേശിലെ ഏതെങ്കിലും ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഇൻവെസ്റ്ററോ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നേരത്തെ ഒരു സെൻട്രൽ അപ്രൂവൽ മതിയായിരുന്നു. ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അത് ഏർപ്പെടുത്തുകയുണ്ടായി. കാരണം അതിൻ്റെ കാരണം ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. നേരത്തെ 2014 $1.9 ആയിരുന്നു. $1.9 ബില്യൺ ആയിരുന്നു ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്. 2017 $8 ബില്യൺ $8 ബില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഒരു സംശയം, ഇത് നമ്മളേക്ക് പണി തരാനല്ലേ എന്നൊരു സംശയം. സോ ഇന്നത്തെ ക്ലാസ് ഇന്ന് ഒരുപാടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുകൂടെ തീർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. RT-PCR only കൺഫർമേറ്ററി ടെസ്റ്റ് സേസ് ഗവൺമെൻറ്. RT-PCR ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം കൊറോണ വൈറസ് ഉണ്ടല്ലോ,
ആ കൊറോണ വൈറസ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റാണെന്ന് വെച്ചാൽ വൈറസ് ബാധ ഉണ്ടോ, ആൾക്ക് വൈറസ് ബാധ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ടെസ്റ്റാണ് ഈ RT-PCR ടെസ്റ്റ്. ഇപ്പോൾ RT-PCR ടെസ്റ്റ് എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? RT-PCR ടെസ്റ്റാണ് ഇന്ത്യ ഗവൺമെൻറ് എന്താണ് ഒരാൾക്ക് കോവിഡ് ബാധ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ്. സോ അതിനെക്കുറിച്ച് ഇതിനകത്ത് ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഹാസ് said that the reverse transcription polymerase chain reaction, അതാണ് അതിൻ്റെ RT-PCR ടെസ്റ്റിൻ്റെ ഫുൾ ഫോം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ. ചിലപ്പോൾ RT-PCR എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ എന്താണ് ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ എക്സാക്ട് ഫോം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് RT-PCR എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. എനിക്ക് അറിയാവുന്നൊരു പ്രൊനൗൺസിയേഷനിലൂടെ ഞാൻ വായിച്ചതേ ഉള്ളൂ. സോ ഈസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫ്രണ്ട് ലൈൻ ടെസ്റ്റ് ഫോർ COVID-19 ആൻഡ് ദാറ്റ് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് കനോട്ട് ബി റീപ്ലേസ് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വാർത്തയെന്ന് വെച്ചാൽ, നമുക്ക് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിലൂടെ നമുക്ക് എന്താണ് രോഗിക്ക് കൊറോണ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ഒരു ഉപാധിയായിരുന്നു. പക്ഷേ എന്താണ് ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്താണ് ഒരിക്കലും എന്താണ് കോവിഡ് ബാധിച്ച അല്ലെങ്കിൽ എന്താണ് അത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല. അപ്പോൾ എന്താണ് ഈ രോഗിക്ക് എന്താണ് സ്ഥിരീകരിക്കുന്നത്, ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റിനകത്ത് ചിലപ്പം കണ്ടില്ലായിരിക്കാം. അപ്പം അത് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയാലും ഇപ്പോൾ കോവിഡ് ഉണ്ട് ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് നടത്തി അതിനകത്ത് ചെറിയൊരു കോവിഡ് ബാധ ഉണ്ടെന്ന് മനസ്സിലാക്കി, എന്നിട്ട് എന്താണ് ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് ആ ടെസ്റ്റ് നടത്തിയത് കൊണ്ട് മാത്രം ചികിത്സിക്കത്തില്ല. ഈ പറയുന്ന RT-PCR ടെസ്റ്റ് കൂടി നടത്തിയിട്ടേ അയാൾക്ക് ഇങ്ങനൊരു കോവിഡ് ബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയുള്ളൂ. റാപ്പിഡ് ടെസ്റ്റ് എന്താണ് സാമൂഹ്യ വ്യാപനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴെന്താണ് ഇങ്ങനെ ഒരു റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം എന്താണ് എന്നാലും നമുക്ക് എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. എന്താണ് 130 കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ 138 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് ഈ പറയുന്ന RT-PCR ടെസ്റ്റ് എന്താണ് ഈ പറയുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറേസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് നടത്തുക എന്നുള്ളത് വളരെ വൈമുഖ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? റാപ്പിഡ് ടെസ്റ്റാണ്. ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് പേർക്ക് എന്താണ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് ഈ പറയുന്ന RT-PCR ടെസ്റ്റ് കൂടി ചെയ്യും. പക്ഷേ RT-PCR ടെസ്റ്റിന് എന്താണ് സമയമെടുക്കും. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ രീതിയിൽ ഒരു ശുശ്രൂഷ തുടങ്ങി വെക്കാനാണ് ഈ പറയുന്ന റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുന്നത്. സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. The statement comes after the Indian Council of Medical Research National Task Force issued guidelines on testing strategy to all states following a review of the worldwide testing methodology. The rapid antibody test gives us an idea about prevalence of disease in particular area and thus is used for epidemiological studies and surveillance purpose in hotspot. എന്താണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഹോട്ട്സ്പോട്ട് ഏരിയകളിൽ ഈ പറയുന്ന ഇതൊരു എപ്പിഡമിക് ആയിട്ട് പടർന്നിട്ടുണ്ടോ, ഇതൊരു സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അല്ലാതെ എന്താണ് അത് ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. കൺഫർമേറ്ററി എന്ന് വെച്ചാൽ കോവിഡ് കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. ഒരാൾക്ക് കോവിഡ് ബാധിച്ചു എന്ന് കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കുകയില്ല എന്താണ് ഈ പറയുന്ന റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ് 2 മണിക്കൂറിൽ നമുക്ക് റിസൾട്ട് 2 മണിക്കൂറോ ആണെന്ന് തോന്നുന്നു, 2 മണിക്കൂർ വേണ്ട, പെട്ടെന്ന് റിസൾട്ട് അറിയാം എന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അപ്പം പെട്ടെന്ന് റിസൾട്ട് അറിയാൻ കഴിയും. പക്ഷേ മറ്റേന്താണ് ഇത്ര മണിക്കൂർ എടുക്കും, 8 മണിക്കൂറോ 12 മണിക്കൂറോ അങ്ങനെ ഇത്ര മണിക്കൂർ എടുക്കും അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ എന്താണ് അത് ചെക്ക് ചെയ്തതിന് ശേഷമേ അത് കൺഫേം ചെയ്യൂ, സ്ഥിരീകരിക്കുകയുള്ളൂ. സ്ഥിരീകരിച്ചതിന് ശേഷം എന്താണ് അയാൾക്ക് കോവിഡ് എന്ന രീതിയിൽ രോഗി കോവിഡ് വൈറസ് ബാധിച്ച ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയുള്ളൂ. And studies and surveillance purpose in hotspot.
ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഡിസ്ട്രിക്ട് വിച്ച് ആർ നോട്ട് ഹോട്ട്സ്പോട്ട് ടു സ്റ്റഡി എമേർജിങ് ട്രെൻഡ്സ്. എന്താണ് അതുപോലെ തന്നെ ഇതെന്താണ് ഇത് മറ്റ് ഡിസ്ട്രിക്റ്റുകളിലും എന്ന് വെച്ചാൽ ഹോട്ട്സ്പോട്ട് അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളിലും യൂസ് ചെയ്യാം. എന്താണ് ഈ പറയുന്ന അവിടെ ഒരു സാമൂഹ്യ വ്യാപനമോ അങ്ങനെ ആർക്കെങ്കിലും ഉള്ളതായിട്ട് സംശയമോ അങ്ങനെ കാണാം ഉണ്ടെങ്കിൽ എന്താണ് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ഈ ഹോട്ട്സ്പോട്ട് അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളിലും പയറ്റി നോക്കാം. So presently the government is using the RT-PCR test to detect novel coronavirus from samples of throat or nasal swabs of people with the symptoms or high risk individuals who might have come in contact with the positive patients. എന്താണ് ഇപ്പം നിലവിൽ എന്താണ് ഈ RT-PCR ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ രോഗികളുടെ തൊണ്ടയിൽ നിന്ന് സ്രവം എടുത്തിട്ട് ആ സ്രവമാണ് പരിശോധനയ്ക്കായിട്ട് വിടുന്നത്. കൂടുതലും ഈ പറയുന്ന രോഗിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരിലുമാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രോഗിയുമായിട്ട് സമ്പർക്കം ചെയ്തു എന്ന് സംശയമുള്ള ആൾക്കാരുടെ സ്രവം എടുത്താണ് ഇപ്പോൾ എന്താണ് RT-PCR ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണിപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ തൊണ്ടയിലുള്ള സ്രവമാണ് എടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ TV ചാനലിലൂടെയൊക്കെ കാണാം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്നാണ് സ്രവം എടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഞാനിത് നിർത്താമെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഓരോ വാർത്തകളും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നിർത്താത്തത്. 3 lakhs ചൈനീസ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് സെൻഡ് ടു ഇന്ത്യ. ഇതാണ് ഇപ്പോൾ നിലവിൽ 3 ലക്ഷത്തിൽ പരം ചൈനീസ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ഇന്ത്യയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എടുത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ഉപയോഗശൂന്യമാണ് എന്നാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്. സോ വാട്ട് എവർ തിങ്സ് വി imported from the China, they are all waste ആണ്. they are all waste. the rapid test kits were waste അവരെല്ലാം യൂസ്ലെസ് കിറ്റ്സ് ആയിരുന്നു അവർ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. കാരണം വെച്ചാൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ ചൈന അയച്ച ഈ 3 ലക്ഷം കിറ്റുകൾ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടും അല്ല അത് പല വ്യത്യാസങ്ങളും കാണിക്കുന്നു. അപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് നടത്തി പോസിറ്റീവായ വ്യക്തിക്ക് ചിലപ്പോൾ കൊറോണ വൈറസ് കാണത്തില്ല, നെഗറ്റീവ് ആയിരിക്കും RT-PCR ടെസ്റ്റ് നടത്തുമ്പോൾ. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പോൾ തിരിച്ചയക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പറയുന്നത് 3 lakhs more rapid antibody test kits used for quick detection of the novel coronavirus have been dispatched to India from Guangzhou. The Indian envoy here said on Saturday as India ramped up a global hunt to procure more kits to tackle the റൈസിങ് കേസ് ഓഫ് ഇൻഫെക്ഷൻ. ഇന്ത്യ ഈ വാർത്ത പറയുന്നത് വെച്ചാൽ ഇന്ത്യ കൂടുതൽ കിറ്റുകൾ ആവശ്യപ്പെടാൻ ഇരിക്കുകയാണ്. കൂടുതൽ കിറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ എന്തായാലും അത് നിർത്തിക്കാണും. കാരണം സോ ദ കിറ്റ്സ് വെയർ ഇമ്പോർട്ടഡ് ടു ഇന്ത്യ, ദേ ആർ ഓൾ യൂസ്ലെസ്. അതെല്ലാം യൂസ്ലെസ് ആയിരുന്നു. പ്രയോജനമില്ലാത്ത ഒന്നായിരുന്നു ആ കിറ്റുകളെല്ലാം. അതുകൊണ്ട് ഇതൊന്ന് ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ് തിരിച്ചയക്കുമെന്നാണ് തിരിച്ചയക്കും. ഈ യൂസ്ലെസ് ആയിട്ടുള്ള കിറ്റുകളെല്ലാം തിരിച്ചയക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആമസോൺ, ഇത് കഴിയുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഹിന്ദു പത്രം ഇല്ലാത്തവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എനിക്ക് നേരത്തെ ഹിന്ദു പത്രമൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഹിന്ദു പത്രം വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിപ്പം നിലവിൽ ഞാൻ പിന്നെ വരുത്തുകയുണ്ടായി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ വരുത്തുന്നത്. അപ്പോൾ ഈ ഹിന്ദു പത്രം ഇല്ലാത്തവർക്ക് എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വലുതായിട്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് വായിച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഇതുണ്ട് സാവോ പൗലോ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ഇതും ദ ഫൈറ്റ് പുടിൻ ഷൈസ് അവേ ഫ്രം മോസ്കോ, ഇത് നമ്മുടെ റഷ്യയുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ബ്രസീലാണ്, സാവോ പൗലോ. സോ ഇത് ടോക്കിയോ, Amabi, the spirit that went viral. And from diplomacy to drama on Twitter, കൊളംബോ, ശ്രീലങ്കയുടെ കാര്യങ്ങളാണ്.
ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇവരെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ബ്രസീൽ, അതുപോലെ തന്നെ റഷ്യ, ടോക്കിയോ, കൊളംബോ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ എന്താണ് പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ അഫേഴ്സ്, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് വാർത്തയാണ്. കൺവലസെൻറ്റ് പ്ലാസ്മ ഹെൽപ്പ് COVID-19 പേഷ്യൻ്റ്. എൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല. കോൺവലസെൻറ്റ് പ്ലാസ്മ ഹെൽപ്പ് COVID-19. ഇതെന്താണ്? പ്ലാസ്മ യൂസ് ചെയ്തിട്ട്, ഇപ്പം ഇത് ഞാനൊരു ചുരുക്കത്തിൽ പറയാം. ഞാൻ ഇതുകൊണ്ട് നിർത്താമെന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം ഈ പറയുന്ന പ്ലാസ്മ യൂസ് ചെയ്തിട്ട് COVID-19-ക്കെതിരെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞൊരു വാർത്തകൾ വന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ ശ്രീജിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിരുവനന്തപുരം, അതുപോലെ തന്നെ ഗുജറാത്തിലെ ഏതോ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ പ്ലാസ്മ യൂസ് ചെയ്തിട്ട് കോവിഡിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ കോവിഡ് ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പരീക്ഷണം നടത്താനുള്ള അനുമതിയൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷണത്തിനാണ് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്, അത് വെച്ച് ചികിത്സിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അത് ചികിത്സിച്ചിട്ട് അത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ചികിത്സയാണ്, ചിലപ്പോൾ മരണപ്പെടാം. അപ്പോൾ അങ്ങനെ ചികിത്സിക്കരുത് എന്നുള്ളതാണ് ലാസ്റ്റ് റിപ്പോർട്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ചികിത്സ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം വെച്ചാൽ ഈ രോഗം ബാധിച്ച് ഭേദമായവരുണ്ട്. ഈ കൊറോണ വൈറസ് ബാധിച്ചിട്ട് അതിൽ നിന്ന് വിമുക്തി നേടിയവരുണ്ട്. അപ്പോൾ അതിൽ ഈ വിമുക്തി നേടിയവരുടെ പ്ലാസ്മ ശേഖരിച്ചിട്ട്, അപ്പോൾ ഇതിനകത്തൊരു ആൻറ്റിബോഡി ഉണ്ട്, ഈ കൊറോണയെ പ്രതിരോധിച്ച ആൻറ്റിബോഡി ഉണ്ട്. അത് ഈ അസുഖമുള്ളവരിൽ കുത്തിവെച്ചിട്ട് അപ്പോൾ ഈ കൊറോണ ബാധിതരിൽ കൊറോണ രോഗം ഭേദമായവരിലുള്ള ആൻറ്റിബോഡി ഈ കൊറോണ അസുഖത്തെ റെസിസ്റ്റ് ചെയ്ത ആൻറ്റിബോഡിയാണ്. അപ്പോൾ അത് കൊറോണ നിലവിലുള്ള അസുഖക്കാരന് കുത്തിവെക്കുമ്പോൾ ആ ആൻറ്റിബോഡി ഈ രോഗത്തെയും റെസിസ്റ്റ് ചെയ്യും എന്നാണ് ഇതിനകത്തുള്ളൊരു പഠനം വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് ഇതാണ്. മുഴുവനായിട്ടും ഇതല്ല, റൂട്ട് ഇതാണ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.